നമസ്കാരം സാക്ഷി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ശ്രീ സുരേഷ് ബാബു ഉജ്ജയിനിയുടെ വീട്ടിലാണ്. ഞങ്ങൾ ഇവിടെ എത്താൻ കാരണം ഇവിടുന്ന് രണ്ടുപേർ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്താണ്. സുരേഷ് ബാബു ഉജ്ജയിനി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് കള്ളിക്കാട് നിന്നും മത്സരം രംഗത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകൾ അഡ്വക്കേറ്റ് ആര്യ ശ്രീലക്ഷ്മി ഇളവക്കോട് ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും ജനവിധി തേടുകയാണ്. അവരുടെ തിരഞ്ഞെടുപ്പ് വാർത്താവിശേഷങ്ങളുമായിട്ടാണ് സാക്ഷി ടി വി പോർക്കളം എന്ന് പറയുന്ന ഈ എപ്പിസോഡിൽ പ്രേക്ഷകരുടെ മുന്നിൽ എത്തുന്നത്. നമുക്ക് അവരുടെ തിരഞ്ഞെടുപ്പ് വാർത്താവിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി മടങ്ങി വരാം. ഒന്ന് നമുക്ക് വെളിയിലോട്ട് നിൽക്കാം. രണ്ടുപേരും ഉണ്ടോ? രണ്ടുപേരും ഉണ്ട്. നമസ്കാരം. ഞങ്ങള് സാക്ഷി ടി വി പോർക്കളം എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ആരംഭിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായിട്ടാണ് ആ എപ്പിസോഡ് തുടങ്ങിയിരിക്കുന്നത്. അവിടെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും മത്സരത്തിരിക്കുന്നു. എന്താണ് അതിന്റെ വിശേഷം? ഒരു അച്ഛനും മകളും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തേക്ക്. എന്താണ് ആദ്യം ഈ മത്സരരംഗത്തേക്ക് നിങ്ങൾ രണ്ടുപേരും വന്നതിന്റെ ആദ്യ അനുഭവം എന്താണ്? ഞാൻ ഏകദേശമൊക്കെ പിന്നെ ഒരു 10-40 വർഷക്കാലം കൊണ്ട് തന്നെ സംഘപ്രവർത്തകനും അല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനമൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ആര്യ ചടയമംഗലത്ത് ബ്ലോക്കിൽ മത്സരിച്ചിരുന്നു 5 വർഷം മുമ്പ്. ഈ സമയത്ത് ശരിക്കും ഞങ്ങൾ രണ്ടും തെരഞ്ഞെടുപ്പായിരുന്നു. ഞാൻ KSRTCയിലെ ട്രേഡ് യൂണിയൻ രംഗത്തുള്ള ഒരു തെരഞ്ഞെടുപ്പും റഫറൻഡായിട്ടുള്ള ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പും ആര്യ BJPയുടെ ബ്ലോക്കിലെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിൽ ഒരു പുതുമയല്ല, ഞങ്ങൾ രണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഉള്ളത്. ആദ്യമായിട്ടാണ് രണ്ടുപേരും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ സുരേഷ് ബാബു മത്സരരംഗത്തേക്ക് വന്നത് BJPയുടെ സ്ഥാനാർത്ഥി ശ്രീമതി സിന്ധു ഏകദേശം 414 വോട്ടുകളുടെ ഭൂരിപക്ഷത്തെ ജയിച്ച ഒരു ഡിവിഷൻ, ഒരു വാർഡാണ് കള്ളിക്കാട് വാർഡ്. അവിടെ തൊട്ടടുത്ത സ്ഥാനാർത്ഥികളൊക്കെ തന്നെ 200, 238, 52 എന്ന നിലകളിലേക്കൊക്കെ വോട്ടിംഗ് നിലവാരം പോയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിൽ എത്രമാത്രം പ്രതീക്ഷകളാണ് അങ്ങയുടെ മനസ്സിലുള്ളത്? ശരിക്കും പറയുന്നത് കേരളത്തിൽ മൊത്തത്തിൽ തന്നെ വലിയൊരു മാറ്റമാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ശരിക്കും BJP ആ നേതൃത്വത്തിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ടാണ് വരുന്നത്. ജനമനസ്സിന് മുഴുവൻ ഇന്ന് BJP ആണ്. കാരണം നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മളുണ്ട് ബീഹാറിലെ. ശരിക്കും ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിച്ചേക്കാൾ ഉപരി നമുക്കവിടെ സീറ്റ് തൂത്തുവാരുകയാണ്. അപ്പോൾ അതിൻ്റെ അലയൊലികളാണ് ഇന്ന് കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യരുടെ വീട്ടിലേക്കും നമ്മൾ എത്തുമ്പോൾ അവരുടെ മനസ്സിലുള്ള ചേതോപകാര ഇഷ്ടം അത് BJPയോട് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക. പഞ്ചായത്തിൽ ഇത്രയും വർഷവും LDF ഭരിച്ച ഒരു പഞ്ചായത്ത്, അത് LDF എന്ന് പറയുന്നത് ഓരോ വർഷം 2.5 കൊല്ലം കൂടുമ്പം CPMന്റെ ഒരു പ്രസിഡന്റ്, 2.5 കൊല്ലം കൂടുമ്പം CPIയുടെ ഒരു പ്രസിഡന്റ്, ഇങ്ങനെയാണ് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ ഇനിയൊരു മാറ്റം വേണമെന്ന് ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരും വിചാരിക്കുന്ന ഒരു മാറ്റം ചടയമംഗലത്തിന് ആവശ്യമാണ് എന്ന് വിചാരിക്കുന്നു. അതാണ് ഞങ്ങളുടെ വിജയപ്രതീക്ഷ. അതാണ്. അപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത്, കള്ളിക്കാട് വാർഡിലെ ജനതയോട് അല്ലെങ്കിൽ വോട്ടർമാരോട് താങ്കൾക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? എനിക്ക് കള്ളിക്കാട് ജനതയോട് പറയാനുള്ളത്, എൻ്റെ കുട്ടിനാൾ മുതൽ എനിക്ക് ആ നാടുമായിട്ട്
അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അതിന്റെ കാരണം ഞങ്ങൾക്ക് ഓടിക്കളിച്ചത് അവിടെയാണ്. കള്ളിക്കാട്, ജടായുപ്പാറ മേഖല. ഞങ്ങൾ കുഞ്ഞുനാളിൽ അന്ന് ഇത്രയധികം പോപ്പുലേഷൻ പോപ്പുലേഷൻ ഇല്ല. അപ്പോൾ ഒരുപാട് ബന്ധങ്ങളും എൻ്റെ ബന്ധുബലം ഉണ്ട് അവിടെ. എൻ്റെ കൂടെ സഹപാഠികളുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തവരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കൂടെ ഉള്ള ഒരാളാണ് ഞാൻ. മാത്രമല്ല എനിക്ക് ഉജ്ജയിനി സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടന എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്ന, ഞാൻ ആര്യാണ് എൻ്റെ മാനേജിംഗ് ചെയർമാൻ, ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ പിന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിധത്ത് പൊതുസമൂഹത്തിനോടൊപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനും ആര്യയും, അത് ആര്യയുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ബഹുഭൂരിപക്ഷത്തിൽ ഏറ്റവും ചടയമംഗലത്തെ BJPക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്ത ഒരു വാർഡാണ് ഈ കള്ളിക്കാട്. ആ കള്ളിക്കാട് ജനതയെ ഇനി എത്ര പറഞ്ഞാലും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അവരെ സംബന്ധിച്ച്, ചിന്തിച്ചേച്ചിയെ സംബന്ധിച്ച് ഒരു ചെറിയ പരിധി വന്നത്, അവിടെ ചടയമംഗലം LDF എന്ന് പറയുന്ന സംഘടനയാണ് ചടയമംഗലം പഞ്ചായത്ത് ഭരിച്ചത്. ആ ചടയമംഗലം പഞ്ചായത്ത് ഭരിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഈ വാർഡിലേക്ക് ചെയ്യാൻ സിന്ധു ചേച്ചിക്ക് സാധിച്ചില്ല. അത്രയധികം ആഗ്രഹമുണ്ട്. സിന്ധു ചേച്ചി തന്നെ പല കാര്യങ്ങളും ഞങ്ങളടുത്ത് പറഞ്ഞ് പല ആൾക്കാർക്ക് വേണ്ടി പലതും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചടയമംഗലം പഞ്ചായത്തിന്റെ ഭരണം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും കൂടി അവിടുന്ന് ജയിച്ചു വരികയാണെങ്കിൽ ആ വാർഡിന് വേണ്ടി ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് VS ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്, ഒരു മാസം മുമ്പ് പറഞ്ഞത്, 100 ദിവസം പഞ്ചായത്ത് ഭരണം BJP കിട്ടുവാണെങ്കിൽ 100ാമത്തെ ദിവസം മുതൽ 100 കോടി രൂപയുടെ സഹായമാണ്, കേന്ദ്ര സഹായമാണ് നമ്മുടെ പഞ്ചായത്തിന് ലഭിക്കാൻ പോകുന്നത്. ഈ പഞ്ചായത്തിന് അപ്പം ചിന്തിക്കുന്നതിലുപരി ഒരു പ്രവർത്തനം നമുക്ക് കള്ളിക്കാടായാലും ശരി ബാക്കി 16 വാർഡിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് എൻ്റെ വിജയപ്രതീക്ഷ. പിന്നെ അത് ഒരു കാര്യം ഇനി പറയാനുള്ളത്, അവിടെ ഈ നമുക്കറിയാം ഈ ചടയമംഗലം പഞ്ചായത്തിന്റെ വിവിധ മേഖല പന്നി ശല്യം, അതേപോലെ തന്നെ മുള്ളം പന്നിയുടെ ശല്യം, പിന്നെ കുരങ്ങന്റെ ശല്യം, ഇതൊക്കെ ഒരു കർഷകർ ഒരുപാട് നേരിടുന്നുണ്ട്. ഇതിനെ അമർച്ച ചെയ്യാനായിട്ട് കേന്ദ്രം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. കാരണം ഈ പന്നികളെയൊക്കെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുണ്ട്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ഉത്തരവ് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഏകദേശം എനിക്ക് തോന്നുന്നു ഓരോ സംസ്ഥാനത്തും 80 കോടി രൂപ വീതം നൽകിയിട്ടുണ്ട്. 80 കോടി രൂപ വീതം ഈ പന്നിയെ വെടിവെച്ച് കൊല്ലാണ്ട് നൽകണം. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന് ഇത് ചെയ്യുന്നില്ല? അത് പരിശോധിച്ചപ്പോൾ കാണാൻ ഫണ്ടില്ല. പറയുന്നതെല്ലാം വേണ്ട. എന്നാൽ നമ്മൾ ഇവർ വെക്കുന്ന ഇവിടുത്തെ ജയിച്ചുപോയ വാർഡ് മെമ്പർമാര് വെച്ചേക്കുന്ന ബോർഡുകൾ നമ്മൾ പോയത് പരിശോധിച്ചു അന്തം വിട്ടു. കോടി രൂപയുടെ വരവ് വന്നെന്നും അത് ചെലവാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു പന്നിയെ വെടിവെച്ച് കൊല്ലാൻ ഫണ്ട് ഇല്ലെന്ന് ഈ ഗ്രാമപഞ്ചായത്ത് പറയുമ്പോൾ ഈ കൃഷിക്കാരോട് ചെയ്യുന്ന അനീതിയില്ല ചെയ്യുന്നത്. ഇതിനൊക്കെ BJP മറുപടി കൊടുക്കും. BJP പറയുന്നത് മാത്രമേ ചെയ്യൂ, അല്ല ചെയ്യുന്നത് മാത്രമേ പറയൂ. ഒരു സംശയം വേണ്ട. BJP കാരണം നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് ആയാലും മോദിജി ആയാലും ശരി, ഇങ്ങോട്ട് ഏത് BJP ഗവൺമെന്റും പരിശോധിച്ച് നോക്കുക, പറയുന്നത് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ വാക്കാണ്, അത് മോദിജിയുടെ ഉറപ്പാണ്. അഡ്വക്കേറ്റ് ആര്യ ശ്രീലക്ഷ്മി മത്സരരംഗത്ത് ഒരു പുതിയ ആളല്ല, പുതുമുഖമല്ല. കഴിഞ്ഞ തവണയും തിരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥി കൂടിയാണ്. പരാജയം സംഭവിച്ചുവെങ്കിലും പുതുമുഖമല്ല. ഇപ്പോഴും ഇളവക്കോട് ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ മത്സരത്തിനെ മത്സരമായിട്ട് കാണുന്നു. കഴിഞ്ഞ തവണ ബ്ലോക്കിൽ മത്സരിച്ചപ്പോൾ 2ാം സ്ഥാനത്ത് വന്നു. അത് BJP ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. CPMന്റെ ഒരു കോട്ടയാണ് ചടയമംഗലം എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ 400 ചില്ലറ വോട്ടിനാണ് എനിക്ക് പരാജയം സംഭവിച്ചത്. അപ്പോൾ അന്ന് എന്നെ ആളുകൾക്ക് പരിചയമില്ലായിരുന്നു. പക്ഷെ ഇന്ന് എന്നെ ആളുകൾക്ക് പരിചയമുണ്ട്. അതാണ് ഈ തവണത്തെ മത്സരത്തിന്റെ പ്രത്യേകത. മാത്രമല്ല, അന്ന് ഇതുപോലെ വാർഡുകൾ തോറും നടന്ന സമയത്ത് പല ആൾക്കാരുടെയും ഇവിടെ ഗവൺമെന്റ് എല്ലാവരും പറഞ്ഞെന്താ, ദാരിദ്ര്യ നിർമാർജന ആണ് കേരളത്തിൽ, ദാരിദ്ര്യ രേഖയ്ക്ക് ദാരിദ്ര്യമില്ല എന്നാണ് പറയുന്നത്. ആരും പട്ടിണിപ്പാവങ്ങളായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താണ് പട്ടിണിപ്പാവങ്ങൾ എന്നറിയണമെങ്കിൽ ഈ വാർഡിൽ ജയിച്ച മെമ്പർമാരും ബ്ലോക്കിൽ ജയിച്ച ആൾക്കാരും ഈ ഇലക്ഷന് വോട്ട് ചോദിക്കാനല്ലാതെ ഇടയ്ക്കെങ്കിലും ഒന്ന് കയറി ചെല്ലണം. അങ്ങനെ ഈ വാർഡിൽ വോട്ടിന് വേണ്ടിയിട്ട് ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്, വീടില്ലാത്തവര് കിണറിന് വെറും തുണി ഇങ്ങനെ ചുറ്റി കെട്ടിയിരിക്കുക. കിണറിന്റെ റിങ്ങില്ല, പകരം തുണി ചുറ്റി കെട്ടിയിരിക്കുക. അപ്പൊ കുറെ കുഞ്ഞുങ്ങള് ഓടിക്കളിക്കുക അവിടെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയായിപ്പോയി. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്തൊരവസ്ഥയാണിത്, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സഹായം. അങ്ങനെ ഞങ്ങൾ ഈ ഉജ്ജയിനി സോഷ്യൽ ഫൗണ്ടേഷൻ വഴി കുറെ വീടുകൾ വെച്ചു. ഏകദേശം എനിക്ക് തോന്നുന്നു 10ഓളം വീടുകൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ്റനൻസ് വർക്ക്
പിന്നെ ആശുപത്രിയിൽ പോകാൻ ഒട്ടും ആ, സാധിക്കാത്ത ആൾക്കാർ അച്ഛൻ തന്നെ, ആംബുലൻസ് സംവിധാനമൊന്നുമില്ല, ആംബുലൻസ് സംവിധാനമൊക്കെ ഏർപ്പാടാക്കണം എന്ന് ഞങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ സാധിച്ചാൽ തീർച്ചയായിട്ടും നടക്കും. അപ്പോൾ അച്ഛൻ തന്നെ കാറിൽ കൊണ്ടുപോകും. പിന്നെ പഠിക്കാൻ ഒട്ടും എന്താ പറയണ്ടേ, സാമ്പത്തികമായിട്ട് സാധ്യമല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആരോഗ്യപരമായ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസപരമായ മേഖലയിലാണെങ്കിലും മികച്ചൊരു രീതിയിൽ നമ്മളെ കൊണ്ട് ഞങ്ങളുടെ സാമ്പത്തികത്തിന്റെ ഇത് വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ അധികാരം വരണം. ഇത് എൻ്റെ പേര് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പലരും എന്നോട് വിളിച്ച് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. പലരും പോസ്റ്റുകൾ ഇട്ടിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഞാൻ പോസ്റ്റൊക്കെ ഇട്ടത്. എല്ലാവർക്കും സന്തോഷമുണ്ട്. എനിക്ക് നല്ല വിജയപ്രതീക്ഷയുണ്ട്. അച്ഛനാണെങ്കിലും വിജയപ്രതീക്ഷയുണ്ട്. ഇത് ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായി. പോർക്കളം എന്ന ഞങ്ങളുടെ ഈ എപ്പിസോഡിൽ പങ്കെടുത്ത നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ രംഗങ്ങളിലും ഞങ്ങൾ സാക്ഷി ടി വി എല്ലാ മേഖലകളിലും ഉണ്ടാകും. സാക്ഷി ടി വിയിലൂടെ പ്രതികരിച്ചതിന് രണ്ടുപേർക്കും നന്ദി അറിയിക്കുന്നു, ആശംസിക്കുന്നു.